ദി റിപ്പ് ഡയറക്ടഡ് ബൈ ജോ കാർണഹാൻ. ഈ ഒരു സിനിമ ഓൺലൈനിൽ റിലീസ് ചെയ്തിട്ട് കുറച്ചായി. പക്ഷെ ഞാനിത് സിനിമ ഇപ്പോഴാണ് കണ്ടത്. പക്ഷേ ഈ ഒരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ആക്ഷൻ പടമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സിനിമ കാണണ്ട. കാരണം ആക്ഷൻ ത്രില്ലർ എന്നൊക്കെയാണ് കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ആക്ഷൻ, അതായത് സിനിമയുടെ ക്ലൈമാക്സിലാണ് പിന്നെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് സിനിമ കടക്കുന്നത്. അതുവരെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം അത് ശരിക്കും നടന്ന സംഭവങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ പോണ ഒരു പടം എങ്ങനെയുണ്ട് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ആക്ഷന് മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ് മാത്രം ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു മൂവീസ് മാത്രം ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവും. പക്ഷെ അതല്ലാതെ നല്ലൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഏത് കാറ്റഗറിയിലാണെങ്കിലും നല്ല സിനിമ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യൂല എന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവമാണെന്നുള്ളതല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം അടിപൊളിയായിട്ട് എടുത്തു വെച്ചാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ് ദി റിപ്പ് എന്ന് പറഞ്ഞത്. സിനിമയത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ബെൻ അഫ്ലെക്ക് ആണ്. പക്ഷേ അതേ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയുണ്ട്. ബെൻ അഫ്ലെക്ക് ഒരു നായകൻ അല്ലെങ്കിൽ ഹീറോ വേഷമല്ല ഇതിൽ. ഹീറോ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിന് നായകൻ എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടാൻ 2-3 ക്യാരക്ടേഴ്സേ മാത്രമേ ഉള്ളൂ. എന്നല്ല അതുണ്ട്. അപ്പോൾ ബെൻ അഫ്ലെക്ക് ആണ് ഹീറോ എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് പറയാൻ പറ്റില്ല. കാരണം അതേ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു ക്യാരക്ടർ കൂടി ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമേൻ്റെ പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊരു മെല്ലനിന്ന് പോകണം, പിന്നെ പടം കയറും, പിന്നെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം, അതായത് ഒരു പോലീസ് ബസ് ഉണ്ടാവുമല്ലോ, ഒരു പോലീസ് ബസ് അല്ല, ഒരു സാധനത്തിനുള്ളിൽ ഇവരിങ്ങനെ പോണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചൊരു ഇൻ്ററോഗേഷൻ സീൻസ് ഉണ്ട്. അതായത് ചോദ്യം ചെയ്യാൻ, അത് ഒപ്പമുള്ള ആൾക്കാരെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. കീട്ടിലാണ് സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ സിനിമയിൽ ഈ പറഞ്ഞ ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ കാണിക്കുന്നത്, അത് മറ്റേ ക്യാരക്ടർ അറിയില്ലല്ലോ, ആ ക്യാരക്ടർ അറിഞ്ഞാൽ ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറാൻ പോകുന്നുള്ളൊരു ഈ പേടിയില്ലാതെങ്കിൽ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അത് ഈ സിനിമ നല്ല രീതിയിൽ നമുക്ക് തരുന്നുണ്ടെന്നുള്ള മാത്രമല്ല, അതാണ് സിനിമേൻ്റെ മെയിൻ ആയിട്ടുള്ള വിജയവും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഈ വന്നു പോയിട്ടുള്ള എല്ലാ കാസ്റ്റും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബെൻ അഫ്ലെക്ക് അടക്കമുള്ളവർക്കൊന്നും അങ്ങനെ അഭിനയിച്ച് മറിക്കാനുള്ള ഒരു ക്യാരക്ടർ ഇതിലില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കിട്ടിയിട്ടുള്ള റോള് മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം മനസ്സിൽ വെക്കുക. ഭയങ്കര ഒരു ആക്ഷൻ മൂവി അല്ല ഇത് റിപ്പ് എന്ന് പറഞ്ഞത്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴേ അതായത് ക്ലൈമാക്സിനാണ് പിന്നെ ഒരു ആക്ഷൻ രീതിയിലേക്ക് സിനിമ പോകുന്നത്. അതുവരെ കാര്യമായിട്ട് ആക്ഷനോ കാര്യങ്ങളൊന്നും സിനിമയിലില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു സിനിമ തന്നെയാണ് റിപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാറ്റഗറിയിലുള്ള സിനിമ ഉണ്ടെങ്കിൽ നല്ലതായാൽ മതി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇത് റിപ്പ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സെറ്റ് ബാക്സ് സൈനിങ് ഔട്ട്.